ഹായ്, ഞാനൊരു ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ അനിയത്തി +1 പഠിക്കുകയാണ്. അപ്പം അവൾക്ക് പഠനമുറിയുടെ ഒരു ലിസ്റ്റിൽ പേര് വന്നായിരുന്നു. പഠനമുറിക്ക് വേണ്ടി ലിസ്റ്റ് പേര് ഉണ്ടായിരുന്നു, SC STയുടെ. അപ്പം ഇന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയിരുന്നു, വെള്ളയമ്പലത്തെ SC STയുടെ ഓഫീസിൽ പോയിരുന്നു. അമ്മ അവിടെ നിന്ന് കേട്ട ഇൻഫോർമേഷൻ ഒക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് കേട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സും കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയി. പക്ഷേ അത് മാത്രമല്ല, വീണ്ടും വേണ്ടി വന്നു സർട്ടിഫിക്കറ്റ്സൊക്കെ. കാരണം ആദ്യമേ അവിടെ എന്താണ് വേണ്ടതെന്നുള്ള ലിസ്റ്റ് നമുക്കറിയില്ലായിരുന്നു. അപ്പം ആ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്കൊരു ലിസ്റ്റ് തരും. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിൽ ടിക്ക് ചെയ്ത് നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ളത് പിന്നീട് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം വേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ, കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും ജാതി സർട്ടിഫിക്കറ്റുകൾ വേണം. കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും വരുമാന സർട്ടിഫിക്കറ്റ് വേണം. 3, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ സ്ഥാപന മേധാവിയിൽ നിന്നും നിലവിൽ കുട്ടി പഠിക്കുന്ന കോഴ്സിന്റെ പേര്, കോഴ്സ് വർഷം എന്നിവ വ്യക്തമാക്കുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വേണ്ടത് വീട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വീട് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, മുത്തച്ഛൻ്റെയോ മുത്തച്ഛിയുടെ പേരിലാണ് ഉടമസ്ഥത എന്നും അവരുടെ സമ്മതപത്രം 100 രൂപയുടെ മുദ്രപത്രത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും പഠനമുറി ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം. അടുത്തത് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഠനമുറി ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം. ബ്ലോക്കിൽ നിന്ന് വേണം, ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വേണം. പിന്നെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വേണമെന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം 800 സ്ക്വയർ ഫീറ്റിനകത്ത് ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. ഒന്നും കൂടെ പറയാം, വീട് എത്ര സ്ക്വയർ ഫീറ്റിലാണെന്നുള്ള ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം ബ്രാക്കറ്റിൽ 800 സ്ക്വയർ ഫീറ്റ്. പിന്നെ വേണ്ടത് റേഷൻ കാർഡിന്റെ പകർപ്പ് വേണം. പിന്നെ കുട്ടിയുടെയും രക്ഷകർത്താവിന്റെ ആധാർ കാർഡുകളുടെ പകർപ്പുകൾ വേണം. പിന്നെ സേവിങ്സ് പാസ്ബുക്ക് വേണം. അപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് ഇതായിരുന്നു, പാസ്ബുക്ക് വേണം. ഒന്നുകിൽ ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ അക്കൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ അക്കൗണ്ട് ആയിരുന്നാലും മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് 3 കയ്യിൽ വെച്ചിരിക്കുന്ന എന്തായാലും നന്നായിരിക്കും. പിന്നെ വേണ്ടത് നിർമ്മിക്കുന്ന പഠനമുറിയുടെ പ്ലാൻ, ബ്രാക്കറ്റിൽ 120 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം. പിന്നെ പഠനമുറിയുടെ എസ്റ്റിമേറ്റ്, ബ്രാക്കറ്റിൽ 2 ലക്ഷം. പിന്നെ 100 രൂപ മുദ്രപത്രങ്ങൾ, അതൊന്നും നമ്മളിൽ ഇല്ലായിരുന്നു, അത് അവർ വിളിക്കുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത പഠനമുറി 1ാം നിലയിലാണ് നിർമ്മാണം നടത്തുന്നതെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ഈ സാധനങ്ങൾ അതും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, ഇതും വേണം. അപ്പം അവിടെ ചെന്ന് അവർ തന്നൊരു ലിസ്റ്റാണിത്. ആ ലിസ്റ്റ് ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം അവിടെ ചെന്നാൽ നമുക്ക് ഒരു കോപ്പികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്വന്തം വണ്ടിയിലാണ് പോണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ബസ്സിലാണ് പോയത്. കാരണം അവിടെ കടയൊന്നുമില്ല, കോപ്പി എടുക്കാനുള്ള കട അങ്ങനെ ഒന്നുമില്ല. അപ്പം എല്ലാം എടുത്തു വെച്ചിട്ട് പോവുക എന്നാണ്. ഇതിപ്പം 16/2/2026 ഞാൻ പോയ അതിൻ്റെ അപ്ഡേഷനാണ്. നാളെ ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇന്ന് പോയതിൻ്റെ എന്തൊക്കെയാണ് ലിസ്റ്റ് അവർ തന്നത് എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തേക്കാം. ഇതിൽ ഞാൻ ടിക്കറ്റ് ലിസ്റ്റാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ ടിക്കറ്റ് ലിസ്റ്റാണ്. ഇതിലുള്ള എല്ലാം ടിക്കറ്റാത്തതും എല്ലാം വേണം. അപ്പം ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം. അപ്പം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്തിരിക്കണം.